ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതുപോലത്തെ ഒരു കെറ്റിലാണ്. നമ്മളിത് ചെയ്തിരിക്കുന്നത് ചിരട്ട വെച്ചാണ്. ചിരട്ടയെന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ മേടിച്ചിട്ട് അതിൻ്റെ തേങ്ങ എടുത്തിട്ട് നമ്മൾ ചിരട്ട ഒന്നെങ്കിൽ കത്തിച്ച് കളയോ അല്ലെങ്കിൽ എടുത്ത് കളയോ ചെയ്യും. അപ്പോൾ ആ എടുത്ത് കളയുന്ന സംഭവത്തിൽ നിന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവം നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതുപോലെ ചൂടുവെള്ളം, അതുപോലെ നമുക്ക് ചായ, അതുപോലെ സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു വലിയ ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു വലിയ ചിരട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൈയുടെ അത്രയും ഉണ്ട് നമ്മുടെ ചിരട്ട. അപ്പോൾ അത്രയും വലിയ ചിരട്ട എടുക്കാൻ ശ്രമിക്കുക. നല്ലപോലെ വലിയ ചിരട്ട എടുക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകമെല്ലാം നമ്മൾ ഫിനിഷ് ആക്കി എടുക്കണം. അതായത് അകത്തിലെല്ലാം ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചുരണ്ടിക്കളയും. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കത്തി എടുത്തിട്ടുണ്ട്. ആ കത്തി വെച്ച് ഞാൻ ഇതിൻ്റെ അകത്തത്തെ സാധനങ്ങളെല്ലാം ചുരണ്ടി എടുക്കുകയാണ്. നമ്മളിതിൻ്റെ അകമെല്ലാം നല്ലപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 2 ചിരട്ട അതുപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ചെറുതായിട്ട് ആഴ്സോ ബ്ലേഡ് വെച്ച് 2 സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊക്കെ അത് എടുക്കാൻ പറ്റിയില്ല, അതായത് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ പെട്ടെന്ന് അത് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ആഴ്സോ ബ്ലേഡ് കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കുക. അതായത് നമ്മൾ ഈ 2 ചിരട്ട ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ചിരട്ട ഇവിടെ എടുത്ത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ചിരട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനായിട്ട് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഫ്രഷ് കുക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. അതായത് ആദ്യം ഒന്ന് നമ്മൾ ഈ ചിരട്ടയിലൊന്ന് ചുമ്മാ ഒന്ന് ഒഴിച്ച് ഇടവിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇതൊന്ന് ഇളകി വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലഷ് കുക്ക് നല്ലപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ഈ ചിരട്ടപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്ന ചിരട്ടപ്പൊടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഇത് 2 ചിരട്ട ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനും ഇതിനകത്ത് നമ്മൾ ചായ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിക്കുമ്പോൾ ചോർന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് ചിരട്ടപ്പൊടി ഇട്ട് അതായത് പൊട്ടിച്ചെടുത്ത ഭാഗത്ത് നല്ലപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് ചിരട്ടപ്പൊടി എടുത്ത് ഫില്ല് ചെയ്ത് റൗണ്ട് ഇതുപോലെ എടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ മുഴുവൻ ചിരട്ടപ്പൊടിയും ഫ്ലഷ് കുക്കും വെച്ച് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു റൗണ്ടിൽ ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഇതുപോലത്തെ ഒരു അടപ്പോ വല്ലതും എടുക്കുക. എന്നിട്ട് ഇതിവിടെ വെക്കുക. ഇതുപോലെ വലുപ്പമുള്ള ഒരു അടപ്പ് വല്ലതും എടുത്തിട്ട് എന്നിട്ടൊരു പെൻസിലോ പേനയോ വെച്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അത് റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ റൗണ്ടിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ റൗണ്ടിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഴ്സോ ബ്ലേഡ് കൊണ്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ആഴ്സോ ബ്ലേഡ് കൊണ്ട് നമ്മൾ ഇതൊന്ന് മുറിച്ചെടുക്കാൻ പോവാണ്. റൗണ്ടിൽ മുറിച്ചെടുക്കാൻ പോവാണ്. റൗണ്ടിൽ നമ്മൾ ആഴ്സോ ബ്ലേഡ് വെച്ച് മുറിക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആഴ്സോ ബ്ലേഡ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് സാൻഡ് പേപ്പർ ഇട്ട് ഈ ചിരട്ട നല്ലപോലെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് വൃത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു 80 റേഞ്ച് സാൻഡ് പേപ്പറാണ്. അതായത് ഒരു 80 റേഞ്ച് സാൻഡ് പേപ്പറാണ് നമ്മളിട്ട് ഉരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് ഉരച്ച് ഇത് ചിരട്ട ഫിനിഷാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ച് ഫിനിഷാക്കി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ചിരട്ട നല്ലപോലെ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നല്ലപോലെ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചിരട്ട എടുക്കുക. അപ്പോൾ ഇത് ഞാൻ പണ്ട് എന്തോ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച ചിരട്ടയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചിരട്ട എടുക്കുക. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതായത് ഒരു റിങ് കട്ട് ചെയ്തെടുക്കുക.
അപ്പം ഇങ്ങനൊരു ചിരട്ട എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ആഴ്സോ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് റൗണ്ടിലെടുക്കുക. ഞാനിവിടെ ആഴ്സോ ബ്ലേഡ് കൊണ്ട് റൗണ്ട് റിങ് പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഉരച്ച് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്തുള്ള നാരെല്ലാം നമ്മൾ ഉരച്ച് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ ഒരു വലിയതും കൂടെ റിങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. റിങ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെക്കാനാണ് ഈ ഒരു കുഞ്ഞ് റിങ്. പിന്നെ ഈ വലിയ റിങ് ഇതിൻ്റെ സ്റ്റാൻഡായിട്ട് വെക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ചിരട്ട തറയിൽ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. ഇനി ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. പ്ലസ് കുക്കി നമ്മളിത് രണ്ടും ഒട്ടിച്ചെടുക്കുക. ഇനി ആ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ 2 റിങ്ങും ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഫസ്റ്റ് നമ്മൾ നമ്മുടെ കുഞ്ഞു റിങ്ങാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അതായത് മണ്ടവശത്ത് വെക്കാൻ പറ്റുന്ന കുഞ്ഞു റിങ് നമ്മളെടുത്തിട്ട് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തു വെച്ചിട്ട് നമ്മൾ പ്ലസ് കുക്ക് സൈഡിലെല്ലാം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ പ്ലസ് കുക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് ചിരട്ടപ്പൊടിയും കൂടി ഇട്ട് ഈ നമ്മുടെ ഈ അകന്നിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ പ്ലസ് കുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലെ അകന്നിരിക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചിരട്ടപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പ്ലസ് കുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഫില്ല് ചെയ്തെടുക്കുക റൗണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ 2 ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മണ്ടയ്ക്കത്തെ റിങ്ങും താഴത്തെ റിങ്ങും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലസ് കുക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ പൊടി ഇട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ താഴെയും ഫ്ലസ് കുക്ക് ഒഴിച്ചിട്ട് പൊടി ഇട്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങിയും താങ്ങിയും ഒരു വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉരച്ച് ഫിനിഷ് ചെയ്തെടുക്കണം, അതായത് സ്മൂത്താക്കി എടുക്കണം. അതിനുവേണ്ടി നമ്മൾ സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇവിടെ നമ്മൾ ഉരച്ച് കൊടുക്കുക. അതായത് ഇവിടെ ഈ നമ്മൾ ഒട്ടിച്ച ഭാഗം നമ്മൾ നല്ലതായിട്ട് ഉരച്ച് ഫിനിഷാക്കി എടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എല്ലാം ഉരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ഉരച്ച് മണ്ടയ്ക്കും താഴെ നമ്മൾ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അടപ്പായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ വീഡിയോ എടുത്തപ്പോൾ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി, കൈ തട്ടി അറിയാതെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വട്ടം വെട്ടിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒരു പീസ് ഒട്ടിച്ചെടുത്തേക്കുവാണ്. ഇത് നമുക്ക് അടപ്പായിട്ട് വെക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ കിഴുത്തേൽ ഇവിടെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയാണ്. അതായത് ഇതിലെ കൂടാണ് നമ്മൾ ചായയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിലെ കൂടെ വീഴാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റിൽ ഒരു ചിരട്ട എടുത്ത് വെച്ചിട്ട് പിന്നെ ആ ചിരട്ട തിരിച്ച് വെച്ച് ഒട്ടിച്ച് പിന്നെ ഒരു പീസ് ഇവിടെ എടുത്ത് വെച്ചു. അങ്ങനെ പിന്നെ 3 പീസ് നമ്മളിവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇവിടെ ഇതാക്കി വെച്ച് പൊടിയിട്ട് ഉരച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിരുന്നു. പക്ഷെ അറിയാതെ കൈ തട്ടി നമ്മുടെ കയ്യിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ഗൈസ് ഇത്രയും സാധനം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഈ സംഭവം നമുക്ക് ഇവിടെ വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയാണ്. അതായത് നമ്മളിവിടെ ഓട്ട ഇട്ടടുത്ത് നമുക്ക് വെച്ച് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിനി ആ പരിപാടിയിലേക്ക് പോകാം. പ്ലസ് കുക്ക് കൊണ്ട് നമ്മൾ ഇവിടെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഊട്ടെ കറക്റ്റ് നമ്മൾ ഇവിടെയും ഒരു കുഴുത്തയുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത് ഇവിടെയും കിഴുത്തയുണ്ട്. അത് കറക്റ്റ് നമ്മൾ വെച്ചിട്ട്, അതായത് അകത്തൂടെ നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് വെച്ചിട്ട് ഇവിടെ ഫ്ലസ് കുക്ക് ഒഴിച്ച് കൊടുക്കുക. ഗൈസ് നമ്മളിവിടെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഒട്ടിച്ച് ഫ്ലസ് കുക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ പൊടിയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പിടി ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുഞ്ഞു ചിരട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആക്സോ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനൊരു പീസ് നമുക്ക് എടുക്കണം. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ റിങ് കട്ട് ചെയ്ത പോലെ നമ്മൾ ഇത് നേരെ വെച്ച് ഒരു റിങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആക്സോ ബ്ലേഡ് കൊണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
ഗൈസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ ഒരു റിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഉരച്ച് ലെവലാക്കുക. ഇത് ഉരച്ച് ഇതിനകത്തിലെ ചകിരിയെല്ലാം കളയുക. അപ്പോൾ നമുക്കിതൊന്ന് സാൻഡ് പേപ്പർ ഇട്ട് നല്ലപോലെ ഉരച്ചെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ചെടുക്കുകയാണ്. ഇതിനകത്തിലെ ചകിരിയെല്ലാം നമ്മൾ ഉരച്ച് കളയണം. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എല്ലാം ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉരച്ച് വൃത്തിയാക്കി. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്കത് വേണ്ട ആവശ്യമില്ല. ഇത്രയും ഭാഗം നമ്മൾ കുറച്ച് മണ്ടയ്ക്കൊന്നും താഴെയൊന്നും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അതായത് ഇങ്ങനെ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെക്ക് കൊണ്ട് നമ്മൾ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഫിനിഷാക്കി എടുത്തു. അതായത് നമ്മളെല്ലാം ഉണ്ടാക്കിയെടുത്തു. നമ്മൾ ഇത് വെച്ചൊട്ടിച്ചു, ഇത് വെച്ചൊട്ടിച്ചു, എല്ലാം നമ്മുടെ കെറ്റിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി 2 പരിപാടി മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇതൊന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അതായത് വാട്ടർ പേപ്പർ വെച്ച് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. അപ്പം ഞാനിവിടെ 220 വാട്ടർ പേപ്പർ എടുത്തിട്ട് മൊത്തം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടുത്തെ പശയെല്ലാം ഒന്ന് കളയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇത് ഒന്നുകൂടെ ഒന്ന് ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സാൻഡ് പേപ്പർ വെച്ച്, അതായത് വാട്ടർ പേപ്പർ വെച്ച് നല്ലപോലെ ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർണിഷ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതായത് സ്ലീക്കിൻ്റെ ഞാനിവിടെ എടുത്തിരിക്കുന്ന സ്ലീക്കാണ്. നിങ്ങൾക്ക് വേറെ വാർണിഷ് എടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന സ്ലീക്കാണ്. അപ്പോൾ ഈ വാർണിഷ് ഒന്ന് നമ്മൾ ഇവിടെ ഒന്ന് അടിച്ച് ഫിനിഷാക്കി എടുക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് വാർണിഷ് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ വെളിയിൽ മാത്രം അടിക്കാവൂ, അകത്തടിക്കാൻ പാടില്ല. കാരണം നമ്മളിവിടെ ചായയൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ വാർണിഷ് അടിക്കുമ്പോൾ അതിനകത്തുള്ള വിഷങ്ങളൊക്കെ ഇതാകും. അപ്പോൾ നമ്മൾ വെളിയിൽ മാത്രം വാർണിഷ് അടിച്ചാൽ മതി, അകത്ത് നമ്മൾ വാർണിഷ് അടിക്കരുത്. അപ്പോൾ ഞാൻ വെളിയിൽ മാത്രം വാർണിഷ് അടിക്കുവാണ്. നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഇത്രയും ഭാഗം മാത്രം അടിച്ചു കൊടുത്താൽ മതി, അകഭാഗം നമ്മൾ അടിച്ചു കൊടുക്കണ്ട. നമ്മൾ ഇത്രയും ഭാഗം മാത്രം അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ കെറ്റിലിന് വാർണിഷൊക്കെ അടിച്ചു നമ്മൾ ഉണക്കിയെടുത്തിട്ടുണ്ട്. 2-3 മണിക്കൂർ നമ്മൾ വെയിലത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചായയൊക്കെ ഒഴിച്ച് നോക്കാം. ഇതിനകത്തൂടെ എങ്ങനെ ചായയൊക്കെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഗൈസ് ചിരട്ട കൊണ്ട് കെറ്റിൽ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായം നിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചേക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് അറിയിച്ചേക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടി അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് അതേസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബോണി ബെന്നി ബേക്ക് സൈനിങ് ഔട്ട്. ബൈ.